പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്നുള്ളതാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തുന്നത് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. അവിടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു ശമരിക്കാരിയായ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവ് ആകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന്. ആരാധനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷയുടെ അന്ത്യനാളുകളിൽ സ്ഥാപിക്കുകയും അത് പരിശുദ്ധാത്മാവിനാൽ ആ ആരാധനയെ പൂർത്തീകരിക്കത്തക്ക വിധം പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം ശിഷ്യന്മാർ വിശുദ്ധ കുർബാന എന്ന ആരാധനയെ ആരംഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കുന്നതിന് ആരാധനയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആരാധകനായിട്ടാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനൊരു ആത്മശരീരിയായിരുന്നു. അഗ്നിക്കെടുത്ത ഒരു ശരീരമാണ് അവനുണ്ടായിരുന്നത്. അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലുമാണ് അവൻ ദൈവത്തെ ആരാധിച്ചിരുന്നത്. ആരാധനയ്ക്ക് അനുസരണവുമായിട്ട് ഒരു ബന്ധവും ദൈവം കൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവരുടെ ആരാധന, ആദമിൻ്റെയും ഹവ്വയുടെയും ആരാധന എന്ന് പറയുന്നത് അത് അനുസരണത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു. അനുസരിച്ചുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിച്ചത്. ആത്മാവിൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവർ ആരാധന അർപ്പിച്ചു. അതുകൊണ്ടാണ് പിശാച് അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഏദൻ തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ആരാധനയെ തെറ്റിച്ചതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് അവരെ കൽപ്പന ലംഘിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കൽപ്പനാ ലംഘനങ്ങളും ദൈവാരാധനയിൽ നിന്ന് നമ്മളെ തടയുന്നതാണ്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിലേക്ക് നമ്മളെ വളർത്തുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതാണ് കൽപ്പനകളുടെ ലംഘനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുവിൻ എന്ന്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ആ ആരാധനയെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. ആരാധനയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന്. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായിരുന്ന ആബേലും കായേനും എന്ന് നമുക്കറിയാം. ആബേൽ മരണപ്പെട്ടതിന് ശേഷം ശേത്ത് എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചു. ശേത്തിനും ഒരു മകൻ ജനിച്ച സമയത്താണ് ദൈവ ആരാധന ലോകത്ത് ആരംഭിച്ചത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ആരാധന ആരംഭിക്കാനായിട്ട് ആഗ്രഹിച്ചത്? നമുക്കറിയാം, ആദമും ഹവ്വയും കൽപ്പന ലംഘിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അവർക്ക് ആരാധന നഷ്ടപ്പെട്ടു. ആരാധന ദൈവവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ആബേലും കായേനും വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിന് ബലി അർപ്പിക്കുന്നുണ്ട്. ആബേലിൻ്റെ കാഴ്ച ദൈവം സ്വീകരിച്ചു, കായേൻ്റെ ഇത് സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവൻ പിന്നീട് സഹോദരൻ്റെ കൊലപാതകനായിട്ട് മാറി. അങ്ങനെ വീണ്ടും ആബേലിന് പകരം ശേത്ത് എന്ന മകൻ ആദമിനും ഹവ്വയ്ക്കും ജനിച്ചു. ആ ശേത്തിൻ്റെ മകനും ജനിച്ചപ്പോഴാണ് ആരാധന ആരംഭിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തെ വീണ്ടെടുക്കുന്നതിന് മാനവകുലം ആരാധനയിലൂടെ അത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആരാധന ആരംഭിച്ചു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് പ്രിയപ്പെട്ട 2 ആരാധകരെ കൂടെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം.
അത് ഒന്ന് അബ്രഹാമും പിന്നൊന്ന് നോഹയുമാണ്. ഒരു ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നുണ്ട്. അവനെ ഒരു ആരാധകനായിട്ടാണ് ദൈവം വിളിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഇതാ നിൻ്റെ സ്വദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ, അവൻ്റെ ജഡികമായ താല്പര്യങ്ങളെ, മാനുഷികമായ താല്പര്യങ്ങളെ എല്ലാം ബലി കൊടുക്കാനായിട്ട് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ആരാധനയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവം ക്രമീകരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ശമരിക്കാരി സ്ത്രീയിലെ യേശുക്രിസ്തു ആ സ്ത്രീയുടെ ജീവിതത്തെ കർത്താവ് ക്രമപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെക്കുറിച്ച് ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അബ്രഹാമിനോട് പറയുന്നത് അവനുള്ളതെല്ലാം ഉപേക്ഷിച്ച് കർത്താവ് കാണിക്കുന്ന ദേശത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുക എന്നവനോട് പറഞ്ഞു. അതനുസരിച്ചപ്പോൾ തന്നെ അബ്രഹാം ദൈവത്തിൻ്റെ ഒരു ആരാധകനായി മാറി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു. വീണ്ടും ഇതാ യഥാർത്ഥ ആരാധകനായി അബ്രഹാമിനെ രൂപപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അബ്രഹാം തന്നെയും രൂപപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അബ്രഹാമിൻ്റെ കൂടെ സഹോദരപുത്രനായ ലോത്ത് അവനെ അനുഗമിക്കുന്നുണ്ട്. ആ ലോത്തുമായിട്ട് വഴിപിരിയുന്ന ഒരു സന്ദർഭം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അബ്രഹാം ലോത്തിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു. അങ്ങനെ ഫലഭൂയിഷ്ഠമായ സൊദോം ഗൊമോറ പ്രദേശം ലോത്ത് തിരഞ്ഞെടുത്തു. അബ്രഹാം ഫലഭൂയിഷ്ഠിയില്ലാത്ത പ്രദേശത്താണ് അബ്രഹാം ജീവിച്ചത്. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും അബ്രഹാം നല്ലൊരു ആരാധകനായി രൂപപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ തുടക്കം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അബ്രഹാമിൽ കാണുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലോത്ത് ഒരു ബന്ദിയാക്കി പിടിക്കപ്പെടുകയും വിമത രാജാക്കന്മാരുടെ ബന്ദിയായി മാറിയപ്പോൾ ആ വാർത്ത അബ്രഹാമിൻ്റെ ചെവിയിലെത്തുമ്പോൾ അബ്രഹാം ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പടജനങ്ങളുമായിട്ട് പോയി യുദ്ധം ചെയ്ത് ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളെയും ആ രാജ്യത്തെ മറ്റ് ജനങ്ങളെയും ഒക്കെ വിമോചിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വിമോചിച്ചു കൊണ്ടുവരുന്ന അബ്രഹാമിനെ രണ്ട് വ്യക്തികളാണ് എതിരേൽക്കുന്നത്. അത് ആദ്യം എതിരേൽക്കുന്നതെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പുരോഹിതനായ മൽക്കിസദേക്കാണ്. ആ മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റുകൊണ്ട് അവന് വേണ്ടി ഒരു ബലി അർപ്പിക്കുന്നുണ്ട്. ആ ബലി വസ്തുക്കൾ അപ്പവും വീഞ്ഞുമായിരുന്നു. അപ്പോൾ സ്വർഗത്തിലെ ആരാധനയുടെ ഒരു മുൻകുറി, വിശുദ്ധ കുർബാന എന്ന ആരാധനയുടെ യഥാർത്ഥത്തിലുള്ള സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ഒരു മുൻകുറി ഇതാ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്. അങ്ങനെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് സ്വർഗത്തിൻ്റെ പുരോഹിതൻ അബ്രഹാമിന് വേണ്ടി ബലി അർപ്പിക്കുകയും അബ്രഹാമിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ആരാധകൻ ഇറങ്ങി വന്ന് അബ്രഹാമിന് വേണ്ടി ബലി അർപ്പിക്കുകയും ദശാംശം സ്വീകരിക്കുകയും ചെയ്തത്? അത് അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ 3 സംഭവങ്ങളാണ് അതിന് കാരണമായിത്തീരുന്നത്. അബ്രഹാമിനെ ഒരു യഥാർത്ഥ ആരാധകനായി, സ്വർഗത്തിൻ്റെ ആരാധകനായി, സ്വർഗം അംഗീകരിച്ച ഒരു ആരാധകനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇതാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിതൃ പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കുക. പാരമ്പര്യങ്ങളിലൂടെ, മാതാപിതാക്കളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപ സ്വഭാവങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സ്വഭാവ വൈകല്യങ്ങളുണ്ടാകാം. ഇതിനെയെല്ലാമാണ് യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കാനായിട്ട് ദൈവം പറയുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് നിൻ്റെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അപ്പോൾ ആ ദൈവത്തിൻ്റെ വാക്ക് അവനനുസരിച്ചു. ആദമും ഹവ്വയും ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ആരാധനയിൽ നിന്ന് തെറ്റിപ്പോയി എങ്കിൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് താനൊരു ആരാധകനായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് ലോത്തും അബ്രഹാമും തമ്മിൽ വഴിപിരിയുമ്പോൾ അബ്രഹാം ലോത്തിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു. എന്താ കാര്യം? അബ്രഹാമിന് ബോധ്യമുണ്ടായിരുന്നു താൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, താൻ ദൈവത്തിൻ്റെ ആരാധകനാണ്. അതുകൊണ്ട് ഒരു ആരാധകനായ തനിക്ക് ദൈവം തിന്മയായതൊന്നും ചെയ്യുകയില്ല. ലോത്ത് ഏത് ഭൂവിഭാഗം തിരഞ്ഞെടുത്താലും ദൈവം എനിക്ക് തരുന്ന ഭൂവിഭാഗം അത് ദൈവം അനുഗ്രഹിക്കുന്ന സ്ഥലമാക്കി മാറ്റും. ഈ ഒരു ബോധ്യം അവനുണ്ടായിരുന്നു. ഒരാരാധകനുണ്ടായിരിക്കേണ്ട ഒരു വലിയ ബോധ്യമാണത്. താൻ ദൈവത്തിൻ്റെ ആരാധകനാണെങ്കിൽ ഇതാ ദൈവം തന്നെ നയിക്കും. അതാണല്ലോ മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നത്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും എന്ന്. അങ്ങനെ അബ്രഹാം 2ാമത്തെ പരീക്ഷണത്തിൽ വിജയിച്ചു. 3ാമത് കാണുന്ന കാര്യമെന്ന് പറയുന്നത്
ഫലഭൂയിഷ്ടമായ പ്രദേശം തിരഞ്ഞെടുത്ത ലോത്ത് ബന്ധിയാക്കി പിടിക്കപ്പെട്ടപ്പോൾ ഇതാ താൻ ഫലഭൂയിഷ്ടിയില്ലാത്ത സ്ഥലമാണ് തനിക്ക് ലഭിച്ചതെന്ന പരാതിയോ പരിഭവമോ കൂടാതെ ലോത്തിനെ രക്ഷിക്കാനായിട്ട് അബ്രഹാം പോകുന്നുണ്ട്. അങ്ങനെ ലോത്തിനെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഇതാ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുരോഹിതൻ അബ്രഹാമിനെ എതിരേൽക്കുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുൻകുറി അബ്രഹാമിനെ മെൽക്കിസദേക്ക് ബലിയർപ്പിച്ചുകൊണ്ട് അവിടെ നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. അത്ഭുതകരമായൊരു കാഴ്ച. ഇതാ ലോത്ത് പാർത്തിരുന്ന സോദോം ഗൊമോറ ദേശത്തെ രാജാവ് അബ്രഹാമിനെ എതിരേൽക്കുന്നുണ്ട്. അബ്രഹാമിനെ എതിരേറ്റുകൊണ്ട് പറയും, ബന്ധിയാക്കി പിടിച്ചിരുന്ന ഞങ്ങളുടെ ജനങ്ങളെയെല്ലാം നീ വിമോചിപ്പിച്ചു കൊണ്ടുവന്നു, വിമത രാജാക്കന്മാരെ തോൽപ്പിച്ചു. ഇതൊരു അതിശയകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് സ്വത്തുക്കൾ മുഴുവൻ നീ എടുത്തുകൊള്ളുക, ഞങ്ങളുടെ ആൾക്കാരെ നീ തന്നല്ലോ, അത് മതി എന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാം കൊടുക്കുന്ന മറുപടി ഇതാണ്, ഇതാ ഈ രാജ്യത്തെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ എടുക്കുകയില്ല. കാരണം രാജാവിൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി എന്ന് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതാ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ പുരോഹിതനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് മെൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ മേൽ സമ്പത്ത് കൊണ്ട് അതിനെ മലിനമാക്കാൻ അബ്രഹാം ഇഷ്ടപ്പെട്ടില്ല. ഒരു ആരാധകൻ്റെ മനോഭാവമാണിത്. വിശുദ്ധ കുർബാന എന്ന ആരാധനയെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പുതിയ ഇസ്രായേലിന് കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ്. ആ ആരാധനയെ പൂർത്തീകരിക്കുന്നവൻ്റെ മനോഭാവം ഇതായിരിക്കണം. വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ബോധം അവനുണ്ടാകണം. അതുകൊണ്ട് ഈ ലോകം തരുന്ന സുഖഭോഗങ്ങളെയോ ഈ ലോകം തരുന്ന അനുഗ്രഹങ്ങളെയോ എല്ലാം ഈ ആരാധനയിൽ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മേൽ പ്രതിഷ്ഠിക്കപ്പെടാൻ ഇടയാകരുത് എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടതാണ്. അതാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത്. ദൈവകൽപ്പനയുടെ 10 പ്രമാണങ്ങളിൽ ഒന്നാമത്തെ കൽപ്പനയുടെ അനുസരണവും എന്ന് പറയുന്നതും അതുതന്നെയാണ്. അപ്പോൾ ആരാധനയെ കേന്ദ്രീകൃതമാക്കിയുള്ള ഒരു ജീവിതത്തെ, അതാണ് സ്വർഗോന്മുഖമായ ജീവിതം എന്ന് പറയുന്നത്, അതാണ് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ പരീക്ഷണങ്ങളെ കാണുന്നുണ്ട്. ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. ആ പരീക്ഷണത്തിലും അബ്രഹാം വിജയിച്ചു. ഇതാ അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കൈവയ്ക്കുമ്പോൾ ഇതാ സ്വർഗത്തിലെ ദൈവം മരത്തിൽ കുടുങ്ങിക്കൊടുക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കുകയും ഇസഹാക്കിന് പകരം ആ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും ചെയ്തു. ആ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. നമുക്കറിയാം, കർത്താവ് ഇതാ മാനവരാശിയുടെ പാപത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഇതാ സകല ജനങ്ങളുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് ഒരു കുഞ്ഞാടിനെ പോലെ മരക്കുരിശിൽ ബലിയായി തീരുന്നതിൻ്റെ മുൻകുറിയായിട്ടാണ് മരത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു കുഞ്ഞാടിനെ അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ചില മുൻകുറികളെക്കുറിച്ചാണ്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇതാ ഇസ്രായേൽ ജനം ആരാധനയുള്ള ഒരു ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ ആരാധിക്കാനായിട്ട് സമയമുണ്ടായിരുന്നില്ല. അവർ കഠിനാധ്വാനം ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, വീണ്ടും കഠിനാധ്വാനം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുക എന്നൊരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ആരാധിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അധ്വാനത്തിലേക്കും വിശ്രമത്തിലേക്കും വിനോദങ്ങളിലേക്കും മാത്രമായി നമ്മുടെ ജീവിതത്തെ ചുരുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുക, ദൈവത്തിലും നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്, സ്വർഗത്തിലും നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. കേവലം ജഡികമായ മാനുഷികമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം ചുരുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനതയെ, പഴയ നിയമ ഇസ്രായേലിനെ വിമോചിപ്പിക്കുമ്പോൾ ദൈവം പറയുന്നത്, എന്നെ ആരാധിക്കാനായിട്ടാണ് ഞാൻ അവരെ വിടുവിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്നിട്ട് ഇതാ ആഹാരവും പാനീയവും നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന അയച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കേണ്ടതെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ മന്ന പൊഴിച്ചു കൊടുത്തത് എന്ന് യഹോവയായ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. തൻ്റെ ആരാധകർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുക്കും. അപ്പം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അധ്വാനം കൊണ്ട് ജീവിക്കുന്നു എന്നാണ് അർത്ഥം. സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ജീവിക്കേണ്ടവനല്ല യഥാർത്ഥത്തിലുള്ള ആരാധകൻ. ആരാധകൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കേണ്ടവനാണ്. എങ്ങനെയാണ് വചനം കൊണ്ട് ജീവിക്കുക? വചനത്തെ അനുസരിക്കുന്നവനെ ദൈവം പരിപാലിക്കും. ഇതാണ് വചനം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ.
അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6:33 പറയും, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും. 5 അപ്പത്തെ വർദ്ധിപ്പിച്ചതിൻ്റെ അടയാളം അത് വിശുദ്ധ കുർബാനയുടെ മുൻകുറിയായിരുന്നു നമുക്കറിയാം. അപ്പോഴും ഇതാ 5 അപ്പത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവം അപ്പത്തിൻ്റെ മേൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അത് മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, ഉപജീവന മാർഗങ്ങൾ ഉണ്ടാകേണ്ടത് ദൈവത്തെ ആരാധിക്കുന്നവനെ ദൈവം അതിഭൗതികമായി പരിപാലിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ അടയാളത്തെ ദൈവം ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കാണുകയാണ്, ഇതാ പഴയ നിയമ ഇസ്രായേലിനെ ആരാധനയിലൂടെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അവർ പരദേശികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, മൊവാബ് ദേശത്തേക്ക് ഇസ്രായേൽ ജനം പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാജാവിന് ഭയമായി. കാരണം ഇസ്രായേൽ ജനം കടന്നു ചെല്ലുന്നിടത്തെല്ലാം അവർ ആധിപത്യം സ്ഥാപിക്കുന്നു. അങ്ങനെ ഭയപ്പെട്ടു പോയ മൊവാബ് ദേശത്തെ രാജാവ് ഒരു രാജസദസ്സ് വിളിച്ചു കൂട്ടിയപ്പോൾ ആ രാജസദസ്സിലെ പ്രമാണിമാരായ ആൾക്കാർ പറഞ്ഞ കാര്യമാണ്, രാജാവിന് തന്നെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാനായിട്ട് ഇതാ മാനുഷികമായി സാധിക്കുകയില്ല. യുദ്ധം ചെയ്ത് ആയുധങ്ങൾ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. എന്താണതിന് കാരണം? മൊവാബ് രാജാവ് തന്നെ തൻ്റെ പ്രഭുക്കന്മാരുടെ യോഗത്തിൽ രാജാവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് രഹസ്യം. അവർക്ക് ആരാധനയുള്ളൊരു ജനമാണ്. അപ്പോൾ ആരാധനയുള്ള ഒരു ജനത്തെ തോൽപ്പിക്കണമെങ്കിൽ ആഭിചാരം പോലുള്ള എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് മാത്രമേ അവരെ തോൽപ്പിക്കാനായിട്ട് സാധിക്കൂ. അങ്ങനെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി അതിഭൗതികമായ കഴിവുകളുണ്ടായിരുന്ന ബലിയാം എന്ന് പറയുന്നൊരു പ്രവാചകനെ തേടി ഇതാ മൊവാബിലെ രാജാവ് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ആ പ്രവാചകനെ കൊണ്ടുവന്ന് ഈ ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ഈ ബലിയാം എന്ന് പറയുന്ന പ്രവാചകനെ അന്വേഷിച്ച് ഈ മൊവാബ് രാജ്യത്തെ രാജാവ് ചെല്ലുമ്പോൾ ബലിയാം പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്ന് രാത്രി എന്നോടുകൂടെ നീ രാപാർക്കുക, ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ബലിയാം പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന മൊവാബ് രാജ്യത്തെ പ്രമാണിമാർക്കോട് ബലിയാം പ്രവാചകൻ പറഞ്ഞു, ദൈവം അനുവദിക്കുന്നില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ. അങ്ങനെ തന്നെ ആരാധിക്കുന്നവരെ ശപിക്കാനായിട്ട് പ്രവാചകനെ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ അവർ തിരിച്ച് മൊവാബ് രാജ്യത്തേക്ക് വന്നു. രാജാവിനോട് പറഞ്ഞു, പ്രവാചകൻ വരികയില്ല. തിരുവചനം പറയുകയാണ്, കുറച്ചുകൂടി മുന്തിയ പ്രഭുക്കന്മാരെ ഈ പ്രവാചകൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. കാരണം അപ്പോൾ രാജാവിന് ബോധ്യമുണ്ട്, ഇവരെ നശിപ്പിക്കാനായിട്ട്, ആരാധനയിൽ ഉള്ള ജനത്തെ നശിപ്പിക്കാനായിട്ട് ഒരു പ്രവാചകന് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിഭൗതികമായ കഴിവുകളുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ രണ്ടാമതും ഈ പ്രവാചകൻ്റെ അടുക്കൽ മുന്തിയ പ്രഭുക്കന്മാർ വന്ന് സ്വർണവും വെള്ളിയും സ്ഥാനമാനങ്ങളുമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മുന്നമേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ, എങ്കിലും ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തോട് ആലോചന ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആലോചന ചോദിച്ചപ്പോൾ പ്രവാചകന് പോകാനുള്ള അനുവാദം കിട്ടി. പക്ഷേ ഒരു വ്യവസ്ഥ വെച്ചു, ഞാൻ അവിടെ എന്താണോ നിന്നോട് കൽപ്പിക്കുന്നത് അത് മാത്രമേ പറയാവൂ എന്ന്. എങ്ങനെ അവർ ഈ ബലിയാം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇതാ കഴുതയ്ക്ക് കോപ്പിട്ടു. കഴുത യാത്ര ആരംഭിക്കുമ്പോൾ കഴുത പെട്ടെന്ന് അടുത്ത് കണ്ടൊരു പാടശേഖരത്തിലേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ കഴുത തന്നെ വഴി മുടക്കുകയാണ്. പിന്നീട് ഒരു ഇടുക്ക് വഴിയിലൂടെ കടന്ന് പ്രവാചകൻ്റെ കാലിനെ ഞെരുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയപ്പോൾ കഴുതയെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ കഴുത സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്താണ് സംഭവിച്ചത്? കഴുതയുടെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരു ദൈവദൂതൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകന് മനസ്സിലായി, ഈ യാത്രയിൽ ദൈവം സംപ്രീതനല്ല എന്ന്. അപ്പോഴവിടെ തന്നെ മുട്ടുകുത്തി ദൈവത്തോട് പ്രവാചകൻ ആലോചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഏതായാലും പുറപ്പെട്ടല്ലോ, അവിടെ ചെല്ലുക, പക്ഷേ നിൻ്റെ വായിൽ ഞാൻ തരുന്ന വചനങ്ങൾ മാത്രമേ അവിടെ പറയാവൂ എന്ന്. വേദപുസ്തകത്തിൽ നമ്മൾ വേഗത്തിൽ മുന്നോട്ട് പോകാം. നമ്മൾ കാണുന്നുണ്ട്, മൊവാബ് ദേശത്തെ രാജാവ് ഒരു ബലിപീഠമൊരുക്കി. അങ്ങനെ ബലി അർപ്പിച്ചതിന് ശേഷം ബലിയാം പ്രവാചകൻ പ്രവചനം ആരംഭിച്ചു. അത് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ആ പ്രവചനം ആരംഭിച്ചത്. ഇത് ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ക്ഷുദ്രവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പ്രവാചകൻ വലിയൊരു പ്രവചനം അവിടെ നടത്തുന്നുണ്ട്. അത് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നതായിരുന്നു. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും മൊവാബ് രാജ്യത്തെ രാജാവ് പറഞ്ഞു, നീ ഇനി അനുഗ്രഹിക്കുകയും ശപിക്കുകയും വേണ്ട, ഞങ്ങളെ വിട്ടുപോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒഴിവാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആരാധനയുള്ള ഒരു ജനത്തെ തോൽപ്പിക്കാനായിട്ട് ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിലൂടെ ഇതാ യഹോവയായ ദൈവം വെളിപ്പെടുത്തി. പ്രിയമുള്ളവർ, ഇത്
പുതിയ നിയമ ആരാധകർക്കുള്ള ഒരു മുൻകുറിയാണ്, ഒരു സന്ദേശമാണ്. പുതിയ നിയമ ഇസ്രായേലിൻ്റെ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ്. പഴയ നിയമത്തിൽ പല ആരാധനാ സങ്കേതങ്ങൾ രൂപപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമാഗമന കൂടാരത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആരാധനയെ ദൈവം പഴയ നിയമത്തിൽ പല വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പല വിധത്തിലും രൂപത്തിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തെ ദൈവം പരിശീലിപ്പിക്കുകയും അങ്ങനെ അവരെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിന് ദൈവം വിശുദ്ധ കുർബാന എന്ന ആരാധനയെ നൽകിക്കഴിഞ്ഞു. ഇനി മറ്റൊരു ആരാധനയില്ല. കാരണം കർത്താവ് പറഞ്ഞു, തൻ്റെ രണ്ടാമത്തെ വരവ് വരേക്കും ഇപ്രകാരം അനുഷ്ഠിക്കുവനെന്ന് പറഞ്ഞ് ആരാധനയെ സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ഏതാനും മുൻകുറികളാണ് നമ്മൾ കണ്ടത്. ആരാധനയുടെ ശക്തി, ആരാധകൻ്റെ ജീവിത രീതി, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമ്മളിന്ന് ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, ആരാധനയുടെ മറ്റ് തലങ്ങളെക്കുറിച്ച്, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന രൂപം കൊള്ളുന്നതിനെ സംബന്ധിച്ച്, വിശുദ്ധ കുർബാന എന്ന ആരാധനയെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അതുവരേക്കും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, ആരാധകനായിട്ടാണല്ലോ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. ആരാധകരായി ഞങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ സത്യത്തിലും ആത്മാവിലുമുള്ള യഥാർത്ഥ ആരാധനയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോവുകയും മാനുഷികമായ തലങ്ങളിലേക്ക് നമ്മൾ താഴ്ന്നു പോകുകയും ചെയ്തതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവെ, അവിടുന്ന് തിരുമനസ്സായതുപോലെ പഴയ നിയമ ഇസ്രായേലിനെ ആരാധനയിലൂടെ വളർത്തി പുതിയ നിയമ ഇസ്രായേലിന് വിശുദ്ധ കുർബാന എന്ന ആരാധനയെ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയത് പ്രകാരം സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായി വിശുദ്ധ കുർബാനയെ അവിടുന്ന് സ്ഥാപിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവെ, ഈ ആരാധനയിലൂടെ വളർന്നു വരുവാനും സ്വർഗോന്മുഖമായ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.